നമ്മളെ ഇന്നത്തെ താമസ സ്ഥലമാണ് ഇട്ടത്. ഇവിടുന്ന് എല്ലാം പാക്ക് ചെയ്ത് വണ്ടി കൊണ്ട് നേരെ പോകാൻ നിൽക്കുക. സമയം 7 ആയിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഇറങ്ങിയിട്ട് വേണം നമുക്ക് ഇന്ന് കുറച്ച് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിന്ന് എന്തായാലും ഉത്തർപ്രദേശിലേക്ക് കടക്കുന്നുണ്ടാവും. ഉത്തരാഖണ്ഡ് കൂടുതൽ നമ്മൾ കറങ്ങാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡിലേക്കുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ റോഡ് ക്ലോസ്ഡ് ആണ്. അത് മാത്രമല്ല നല്ല മഴ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉത്തരാഖണ്ഡിൽ. അപ്പോൾ ലാൻഡ് സ്ലൈഡും കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ ഒരിക്കലും അങ്ങോട്ട് പോകാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അല്ല ഇപ്പോൾ ഉള്ളത്. കാരണം ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാൻഡ് സ്ലൈഡിങ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യയിൽ തന്നെ. ഫ്ലഡും പിന്നെ നമ്മൾ റിസ്ക് എടുത്തിട്ട് പോകണ്ടല്ലോ, നമുക്ക് പിന്നെ ഒരു സമയത്ത് ആക്കാമെന്ന് പറയുന്നത്. ശരിക്കും ഒരു 4 ഫിംഗർ പോലെയാണ് ഉത്തരാഖണ്ഡിൻ്റെ പ്ലാന്. നമ്മൾ ഓരോ സ്ഥലത്തേക്കും നമ്മൾ പോയി തിരിച്ചത് അങ്ങനെ പോയി കറങ്ങണം നമ്മൾ. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നിന്ന് ഉത്തർപ്രദേശിൽ കയറാം. ഉത്തർപ്രദേശ് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അവിടെ എത്തിയിട്ട് നോക്കാം. ഓക്കെ, ഇവർ നോക്കി നമ്മൾ റീല് കളിക്കുന്ന പോലെ അല്ലേ ഇവർ ഓരോരുത്തർ ബൈക്കിൽ പോകുന്നവരൊക്കെ ഓടിയിട്ട് ഇങ്ങനെ ആ സാധനം ഇങ്ങനെ കൈമാറി അതിൽ വെള്ളമായിരിക്കടാ, ഗംഗാ വെള്ളമായിരിക്കും സർപ്പില്. അതാണ് സാധ്യത. ഈ വെള്ളയും മഞ്ഞിട്ട് ഓടുന്നവരൊക്കെ അല്ലേ ആർമിന്റെ ഇതിന് വേണ്ടിയിട്ട് ചെയ്യാണ് കേട്ടോ. ആർമിയിലേക്ക് കയറാൻ വേണ്ടി ഫിറ്റ്നസിന് വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഫോറസ്റ്റിനകത്തൂടെ പോകുന്നുണ്ടോ. ഇവിടെ കാര്യമായിട്ട് യൂക്കാലിക്സിന്റെ മരം, അതുപോലെ തന്നെ തേക്കും. യൂക്കാലിക്സിനും പിന്നെ ക്യാബിലൊക്കെ തേക്കും നല്ല രസമുണ്ട്. എന്തായാലും നമ്മളിപ്പം കുറച്ച് നിമിഷത്തിൻ്റെ ഉത്തർപ്രദേശിലേക്ക് കയറും. നമ്മുടെ എത്രാമത്തോ സംസ്ഥാനം, 12ാമത്തോ 13ാമത്തോ തോന്നുന്നത്. അങ്ങനെ നമ്മളെ ഉത്തർപ്രദേശിലെത്തിയിട്ടോ. എന്താ പറയാ, ആ കയറിനോടത്ത് ജസ്റ്റ് ഒരു 3 പോലീസുകാർ ഒരു ഗണ്ണും പിടിച്ചിരിക്കുന്നുണ്ട്. അതല്ലാതെ വേറെ സൈൻ ബോർഡോ കാര്യങ്ങളൊന്നും ഇല്ല. ഇനി ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് ചിലപ്പോൾ ഉത്തരാഖണ്ഡിൻ്റെ പോലീസായിരിക്കാം. എന്തായാലും റോഡിൻ്റെ വർക്ക് ഇവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാരണത്താൽ റോഡ് ഇപ്പം അവസ്ഥയാണ് പോവാൻ. ഉത്തർപ്രദേശ് കയറിയപ്പേ നമ്മൾ കുറേ നെൽപ്പാടങ്ങളും പിന്നെ പുല്ലുള്ളതും കരിമ്പും അങ്ങനെ കുറേ കൃഷി സ്ഥലങ്ങളാണ് കാണുന്നത്. തീർച്ചയായിട്ടും കൃഷി ചെയ്യുന്ന കൂടുതലാണല്ലോ ഇവിടെ. അത് മാത്രല്ല ഇന്ത്യയിൽ വെച്ചിട്ട് ഏറ്റവും പോപ്പുലേറ്റഡ് അത് മാത്രല്ല ഇന്ത്യയിൽ വെച്ചിട്ട് ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. നമുക്ക് എവിടെയും അങ്ങനെ ആൾക്കാരില്ലാതെ ഇതിൽ കൂടെ കറങ്ങാൻ പറ്റൂല. ഈ ഗ്രാമത്തിലേക്ക് എത്തിയപ്പോ ഇവിടെ ഏറ്റവും കൂടുതൽ മറ്റേ ബാറ്ററി റിക്ഷയും സാധാ സൈക്കിൾ റിക്ഷയും അതുപോലെ തന്നെ മറ്റേ കാളവണ്ടി ഇതൊക്കെയാണ് ഉള്ളത് കൂടുതലും ട്രാൻസ്പോർട്ടേഷനൊക്കെ വേണ്ടിയിട്ട്. നമ്മൾ കയറിയതിന് ശേഷം കിട്ടിയ നമുക്ക് ആദ്യത്തൊരു ഇതാട്ടോ നാസിബാബാദ്. ഇവിടെ കുറേ മുസ്ലിംസ് താമസിക്കുന്ന ഏരിയ ഒന്നാണ്. കുറേ മുസ്ലിംസിനെ കാണുന്നുണ്ട്. നമുക്കിനി പോവാനുള്ളത് ലക്നൗ ഭാഗത്തേക്കാണ്. മഴ പെയ്തുകൊണ്ടേ എല്ലായിടത്തും വെള്ളമൊക്കെ കിട്ടിക്കുന്നുണ്ട്. വെള്ളം ചില സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്, മരങ്ങളൊക്കെ ആയിട്ട് കൃഷിയിടങ്ങളൊക്കെ ആയിട്ട്. അത്ര ആൾക്കാരുമില്ല. നമ്മൾ നഗിന എന്ന് പറഞ്ഞിട്ടുള്ള ടൗണിലൂടെ പോകുന്നത്. അതിൻ്റെ സൈഡ് കൂടെ വേണം പോവാന്ന് പറയാം. എല്ലായിടത്തും നല്ല തിരക്കാണ്, ആൾക്കാരാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ മറ്റേ കാവടിയും കൊണ്ട് പോകുന്ന ടീമുണ്ട്, സ്പീക്കറും കാര്യങ്ങളും വെച്ച്. അവർ ഈ പറഞ്ഞ പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയുടെ ബാക്കിലായിട്ട്. എന്തായാലും കൊള്ളാം. നമുക്ക് ഗൂഗിൾ മാപ്പ് അതൊക്കെ റോഡോടെ കാണിച്ചു തരുന്നത്. എന്തായാലും റോഡ് പറ്റ അബദ്ധമായി കിടക്കുകയാണ്, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വണ്ടിക്ക് മാത്രമേ ഗ്യാപ്പുള്ളൂ. അതിനാണ് കാര്യമായിട്ടുള്ളത്. ഇവിടുത്തെ ബൈക്കും കാറിനേക്കാൾ കൂടുതൽ മറ്റേ കാളവണ്ടി ഇലക്ട്രിക് വണ്ടിയൊക്കെയാണ്. ആൾക്കാർ എപ്പോഴും ട്രാൻസ്പോർട്ടേഷന് വേണ്ടിക്ക് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ് കേട്ടോ. നോക്കി നിങ്ങൾ കാണിച്ചു തരാം. പോകുന്ന ബൈക്കിൽ വണ്ടി നിർത്തിയിട്ടാ, വേറൊന്നുമല്ല, ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെ ചായ ആയി, ഉപ്മാവുമായിട്ടോ. അപ്പം ഇനി നേരെ ഇവിടുന്ന് കഴിക്കുക, എന്നിട്ട് വേണം ഇവിടുന്ന് പോകാൻ. നമുക്ക് കുറച്ച് സംഗതികൾ എടുത്തുള്ളൂ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വാശിയിൽ പോവാം.
ഒരു 10-15 മിനിറ്റ് കൊണ്ട് സംഗതി ആയിട്ടോ. കാരണം ഉപ്പുമാക്ക എന്ന് പറഞ്ഞാൽ ഫാസ്റ്റാക്കി ഉണ്ടാക്കല്ലോ. നമ്മൾ അവോയ്ഡ് ടോൾസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ആണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കൊന്നുകൂടി വില്ലേജസിലൂടെ പോകാൻ വേണ്ടിക്ക് ഉത്തർപ്രദേശിൽ നമ്മൾ ഹൈവേസ് ചൂസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാനുണ്ടാവില്ല. നേരെ അങ്ങനെ പോവുക ചെയ്യുന്നുണ്ടാവുക. എന്തായാലും അത് സ്കിപ്പ് ചെയ്ത് നമ്മുടെ സ്റ്റേറ്റ് ഹൈവേയും വില്ലേജസിലൂടെയുള്ള റോഡിലൊക്കെയാണ് ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഓടേണ്ടി വരും, എന്നാൽ പോലും നമുക്ക് കാഴ്ചകൾ കുറേ കാണാൻ പറ്റും. നമ്മളിപ്പോൾ വേറെ സ്ഥലത്തേക്ക് എത്തി. ഇവിടുത്തെ വീടുകൾ കണ്ടില്ലേ, അധികം വീടുകളും തേക്കാതെ ഇഷ്ടിക വെച്ചാണ് ഉണ്ടാക്കിയതാട്ടോ. ഇടയ്ക്ക് നമുക്ക് നല്ല ബിൽഡിങ്ങുകൾ അങ്ങനെ കാണാനും പറ്റും, 1-2 പക്ഷെ വീടുകളാണെങ്കിൽ വലിയ നമ്മളെ നാട്ടിലായിരിക്കും ഹെവി വീടുകളൊന്നും അല്ല. ഇനിയിപ്പോൾ ഈവൻ ഹിമാചൽ പ്രദേശ് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ഹെവി വീടുകളൊന്നും അല്ല. ചെറിയ ചെറിയ വീടുകൾ, ആവശ്യത്തിനനുസരിച്ചുള്ള വീടുകൾ മാത്രം. ഹായ്, ഈ ലെഫ്റ്റിൽ കാണുന്ന രാംഗംഗ റിവറാട്ടോ. അവിടെ മീൻ പിടിക്കുന്നുണ്ടോ ചെക്കന്മാര് സർഫില്? കിട്ടുന്നുണ്ടാവോ? നമ്മൾ ഏതൊക്കെ ഗ്രാമത്തിനുള്ളിലൂടെ പോകുന്നല്ലേ. എല്ലാരും മീൻ പിടിക്കുന്ന തിരക്കില്ലേട്ടോ. തകൃതിയായിട്ട് മീൻ പിടുത്തം നടക്കുന്നുണ്ട് ആ ഭാഗത്ത്. നമുക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ പൊളിച്ചിട്ടുണ്ടായിരുന്നു. പോയി കാണാനും അവരെ കൂടെ കൂടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് വൈബാക്കായിരുന്നു. ആണല്ല ബാക്കിൽ നിന്ന് ഓൺ അടിച്ച് വെറുപ്പിക്കുന്നേ. ഇവിടെ സർവ്വസാധാരണ കേട്ടോ, അത് മറ്റേ ടീമായിരിക്കും. കണ്ടില്ലേ, നമ്മളിപ്പോൾ ഈ പോകുന്ന ഭാഗങ്ങളൊക്കെ നല്ല രസമുള്ള ഭാഗങ്ങളാട്ടോ അല്ലേ. കാണാൻ നല്ല ഭംഗിയുണ്ട്, മരങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അത് മാത്രമല്ല, 2 സൈഡിലായിട്ട് വെള്ളങ്ങളും ഇപ്പുറം സൈഡിൽ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും കൊള്ളാം. ഒരു നല്ലൊരു വില്ലേജ് വൈബാണ് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ ഹൈവേയിലേക്ക് കയറിട്ടോ. കാശിപൂർ 40 കിലോമീറ്റർ. അങ്ങനെ പമ്പിൽ കയറി ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 90 റുപ്യയും 0.2 പൈസയാണ്. നല്ല അടിപൊളി പള്ളികൾ കാണാൻ പറ്റുന്നുണ്ടോ നോക്കി, ലെഫ്റ്റ് സൈഡത്തെ പള്ളിയൊക്കെ. അങ്ങനെ കുഴപ്പമില്ലാത്ത പള്ളികളൊക്കെ കാണാൻ പറ്റി. എല്ലാ അടിപൊളി എന്നല്ല പറഞ്ഞത്, എന്നാലും പള്ളികൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ കുറേ സ്ഥലത്ത് കാണാൻ പറ്റി. നമ്മൾ ഇപ്പോൾ ഉത്തരാഖണ്ഡിലേക്ക് കയറിട്ടോ. ഉത്തരാഖണ്ഡിൽ കയറി വീണ്ടും ഉത്തരാഖണ്ഡിനെ അടിക്ക് ഇറങ്ങിയിട്ടാണ് നമ്മൾ പോവുക. നമ്മൾ ഹൈവേ നിന്ന് കയറിട്ടോ ഞങ്ങളുടെ ഉള്ളോടുള്ള റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നല്ല ഓഫ് റോഡിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചളിക്കുണ്ടിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മൊത്തം സ്ഥലങ്ങളും മൊത്തം 2 സൈഡിലായിട്ട് കൃഷി സ്ഥലങ്ങളും കേട്ടോ. കാര്യമായിട്ട് തന്നെയാണ് നമ്മൾ ഉത്തർപ്രദേശിൽ കാണുന്നത്. എന്തായാലും റോഡൊന്നും പറയാലോ കേട്ടോ, ഹെവി റോഡ്. 6 ലൈനാണ്. 6 ലൈൻ അല്ല, 8 ലൈൻ ഇല്ലേ. ഇവിടെ തന്നെ 4 ഉണ്ട്. എന്തായാലും കൊള്ളാം. അത് നമ്മൾ പിന്നെ ഉത്തർപ്രദേശിൽ ഇത്രയും നല്ല സ്ഥലങ്ങൾ ഉണ്ടായതുകൊണ്ടേ നമുക്ക് ഇവിടെ ഒരു 400-500 കവർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പണിയുള്ള കാര്യമില്ല കേട്ടോ. ടോളും കൊടുത്ത് ഇങ്ങനെ പടപടാന്ന് പോവാം. നമ്മളേ വീണ്ടും ഉത്തരാഖണ്ഡിലേക്ക് എത്തിട്ടോ. നമ്മൾ ഉത്തരാഖണ്ഡിൽ നിന്ന് കാട്ടിമേലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ത്യ നേപ്പാളിലെ ബോർഡറിലേക്ക്. ഞങ്ങളിങ്ങനെ ചിന്തിക്കുകയാണ്, പ്ലാനൊന്ന് മാറ്റി പിടിച്ച് നേപ്പാളിലേക്ക് അങ്ങനെ കയറിയാലോ കാട്ടിമേലൂടെ. ഉത്തർപ്രദേശ് എന്ന് പറയുമ്പോൾ നമുക്ക് കാര്യമായിട്ട് കാണാനുള്ള ഇങ്ങനത്തെ ഒരു സംഗതിയാണല്ലോ. പിന്നെ ബാക്കി നമുക്ക് തിരിച്ചു വരുമ്പോൾ കാണാന്നുള്ളൊരു മൈൻഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നോക്കി നിങ്ങൾ വെയില്, ഒരു രക്ഷയില്ലാത്ത വെയിലാട്ടോ. വണ്ടി നിർത്തി നമുക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന അവസ്ഥ. അമ്മാതിരി ചൂട്. നമ്മളേ ഇവിടെ ഒരു കടയിൽ ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറിട്ടോ. നമ്മള് മഹാരാഷ്ട്രയിൽ കുടിക്കലായിരുന്നു 10 റുപ്യ 20 റുപ്യൻ്റെ മാങ്ങ ജ്യൂസ്. അതേപോലെ ഇവിടെ 20 റുപ്യൻ്റെ മാങ്ങ ജ്യൂസും ഉണ്ട്. പിന്നെ വേറൊരു സാധനം പറഞ്ഞു. അയ്യോ ഇസ്കോ നാം ക്യാ? ബേൽ. അതല്ല ആ സാധനം വെച്ച് ആ ബേൽ പോലത്തെ ഇസ്കാ കണ്ടില്ലേ. ഇതാണ് സാധനം. കഴിച്ചിട്ടുണ്ടോ സാധനം? ഇതാണ് സംഗതി. ടേസ്റ്റ് അവിടെ ചക്കൻ്റെ ടേസ്റ്റാ. കൊള്ളാം. എന്തായാലും ഒരു വൈബ് ഉണ്ട്. തക്കാളിക്ക് കിലോ 200 റുപ്യ കേട്ടോ. ഇങ്ങനെയൊക്കെ കൊടുക്കുന്നു, സ്വർണം കൊടുക്കുന്ന പോലെ.
ഞങ്ങൾ പച്ചമുളകും 1 കിലോ ഉള്ളിയും അതേപോലെ തക്കാളിയും വെണ്ടയ്ക്കും വാങ്ങി. വെണ്ടക്ക കറിയും ഉരുളയും പൊരിച്ചൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇസ്കോ ദിക്കോ നമ്മൾ കുറേ യൂപ്പിൻ്റെ നെൽപ്പാടും കൃഷിയും കണ്ട് നമ്മളിപ്പോൾ UK തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു നല്ലൊരു സ്ഥലം തപ്പിയിട്ട് ഇറങ്ങിയാട്ട് ഇങ്ങോട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റിയ വിശക്കുന്നേ, നല്ല വിശമുണ്ട്. ഹൈവേന്ന് മാറിയിട്ടുള്ള ഒരു സ്ഥലത്ത് വന്ന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ചോറുണ്ടാക്കി, അതുപോലെ തന്നെ ഞാൻ ഉരുളയും പൊരിക്കുന്നുണ്ട്. അവിടെ വെണ്ടക്ക കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇത് കഴിച്ച് സെറ്റായിട്ട് വേണം ഇവിടുന്ന് പോകാൻ. നല്ല വിശക്കുന്നുണ്ട്. സമയം 4 മണി ആയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത ചൂടാട്ടോ അവിടെ. UPയിലും ഈ ഉത്തരാഖണ്ഡിൻ്റെ ഭാഗത്തൊക്കെ ഒരു രക്ഷയില്ലാത്ത ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ കുറേ കാലമായാലും നല്ല തണുത്ത സ്ഥലത്തൂടെ ഇങ്ങനെ പോകുന്നു. വെയിലങ്ങോട്ട് കിട്ടുമ്പോൾ അങ്ങോട്ട് കുത്തി കയറിയ മേത്ത്. ഇന്ന് നമ്മളെ കറിൻ്റെ മെയിൻ ഷെഫ് സർഫൽ കേട്ടോ. സർഫലിൻ്റെ വെണ്ടക്ക കറി. ഔ കാഞ്ചടാ അങ്ങനെ കൊളാട്ടെ. സെറ്റാ? വെള്ളം വേണ്ടേ? നല്ല വെണ്ടക്ക കറി, ചോറ്, ഉരുളങ്ങ പൊരിച്ചത്, മാങ്ങാച്ചാറ്. പോരെ എൻ്റെ മോനെ. ഞാനെ കണ്ടില്ലേ കുപ്പായ കഴിച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത ചൂടാട്ടോ. കറി ഞാൻ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞുതരാം. ഇപ്പൊന്നും ടേസ്റ്റ് കിട്ടുന്നില്ല. കൊള്ളാട്ടോ, സാധനം കൊള്ളാം. അവിന് മുതൽ നീ കുക്ക് ചെയ്താൽ മതിടാ. നിനക്ക് നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം. നീ സെറ്റാട്ടോ നാളെ മുതൽ. തെറ്റല്ലേ സർഫില്? നമ്മളെ ഭക്ഷണം കഴിച്ചിട്ടോ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറിൻ്റെ അകത്തല്ല നമ്മൾ കംപ്ലീറ്റ് പരിപാടി തീർത്ത് ഇപ്പതാ പാക്ക് ചെയ്തിട്ട് ഇതിൻ്റെ മുമ്പ് തന്നെ പോയണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഒന്നെങ്കിൽ അവിടെ പോയിട്ട് കുളിക്കണം, ഇല്ലെങ്കിൽ നേരെ വണ്ടി തിരിച്ച് കുറച്ച് വെള്ളം നിറക്കാനുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ. നല്ല വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് വെള്ളം നിറച്ചിട്ട് വേണം ഇവിടുന്ന് നേരെ എസ്കേപ്പ് അടിച്ച് പോകാൻ. ഫുൾ ചളിയാട്ടോ പോകുന്ന റൂട്ട് മൊത്തം. ഷർഫിൽ പോയി നോക്കി വന്നു കേട്ടോ. ആടല്ലോ അപ്പോൾ പോലെ വെള്ളം നിറക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ നല്ല അടിപൊളി വെള്ളമുണ്ട് ആണെന്ന് തോന്നുന്നല്ലേ. ഞങ്ങളങ്ങനെ പോകുന്ന ഇപ്പം കാട്ടിമെത്താനായിട്ടോ. അതായത് നമുക്ക് ബോർഡറിലേക്ക് ഇനി ഒരു 40 കിലോമീറ്റർ അടുത്തുകൂടെ ഉള്ളൂ. ബോർഡറിൽ എത്തിയിട്ട് വേണം നമുക്ക് ചോദിക്കാൻ നാളെ എങ്ങനെ പോകാൻ പറ്റുന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പൊക്ര വൈറ്റ് കാഠ്മണ്ഡു പോകണം എന്നുള്ള പ്ലാനാണ്. നോക്കാം, എന്തായാലും കണ്ടുതരാം. കാരണം കൂടുതൽ പ്ലാനൊന്നും ചെയ്യുന്നില്ല. പൊക്രയിലേക്ക് പോകണം എന്നുള്ളതാണ് നേപ്പാളിലുള്ള. അപ്പം അതിന് പോകാൻ പറ്റുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അതിന് മുമ്പ് നമ്മൾ ഏതായാലും ബോർഡറിലൊന്ന് പോയി വെക്കാം. ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് എന്തോ ഒരു സംഗതി ഉണ്ട്. മാപ്പിൽ നോക്കിയപ്പം ലേക്കാണെന്ന് തോന്നുന്നു. നമുക്ക് പോയി നോക്കാം. ലേക്കാണെന്ന് തോന്നുന്നല്ല, ലേക്കാണ്. ഒരു രക്ഷയില്ലാത്ത ലേക്കാണെന്ന് തോന്നുന്നുണ്ടോ? ഈ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ഒരു നനക് സാഗർ എന്ന ലേക്ക് കേട്ടത്. 1 ലേക്കാണ് ഏതായാലും. ഓ തുറന്നിട്ടിട്ടുണ്ടല്ലേ ഡാം. എന്തായാലും കുറെ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇത് കാണുന്നുണ്ട് കേട്ടോ. ഈ ലേക്ക് ഒരു ചെറിയ ടൂറിസ്റ്റ് സ്പോട്ടാണെന്ന് വേണം നമുക്ക് പറയാം. ഇതാണ് ഞാൻ ഈ പറഞ്ഞ ലേക്ക്. അത്യാവശ്യം ഉണ്ട് കേട്ടോ, ഒന്നും പറയാല്ല. അങ്ങനെ ചെക്കനെ നമ്മൾ അങ്ങനെ ലേക്കും കാണിച്ചു കൊടുത്ത്. ലേക്ക് ഇപ്പം കുറേ കണ്ടതാണ്. എന്തായാലും കൊള്ളാം. കുറേ ആൾക്കാർ ഇവിടെ വന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കും, ഫാമിലി ആയിട്ട് ഇങ്ങനെ ചില്ല് ചെയ്യുന്നുണ്ട്. നല്ല ചൂട് കേട്ടോ, അത് മാത്രമാണ് പ്രശ്നം. കാണുന്നത് ടോള്. നമ്മൾ ലെഫ്റ്റിലേക്ക് നേരെ എന്ത് ചെയ്യുന്നു, പോക്കറ്റ് റോഡിന് കയറുന്നു. 4 കിലോമീറ്റർ പോകാൻ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, ലാഭിക്കാണ്. ലാഭിക്കാന്ന് പറയും ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇങ്ങോട്ടാണ് ഇനി ശരിക്കും പോവേണ്ടത്. അത് കഴിഞ്ഞിട്ടായിരിക്കും ശരിക്കും വരുന്നുണ്ടാവാം. ഏതായാലും നമുക്ക് ഗൂഗിൾ മാപ്പ് കാണിച്ചത് ഈ റൂട്ടാണ്. നമ്മളെ വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്നതായിരിക്കും നെൽപ്പാടത്തിലേക്ക് നോക്കിയപ്പോൾ. കൊള്ളാം, നല്ല ഭംഗി. ആളിങ്ങനെ എൻജോയ് ചെയ്യാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്തോടുള്ള ഡ്രൈവ്. ചെറിയ ചെറിയ വീടുകൾ, എല്ലാ വീടുകളും ട്രാക്ടറിൻ്റെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ട് കേട്ടോ. എല്ലാവരും ചെയ്യുന്ന ഇവിടെ കാര്യമായിട്ട് കൃഷിനായിരിക്കും. സമയം ഏഴക്കാലമായി ഇവിടെ. അപ്പം പെട്ടെന്ന് ഇരുട്ടാവുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പം മഴക്കാലല്ലേ,
അപ്പം അതുകൊണ്ട് പിന്നെ നോക്കണ്ട, ഒന്നുകൂടി പെട്ടെന്ന് ഇരുട്ടാവും. ഇവിടെ റൈറ്റ് സൈഡിൽ കാളി നദിയാണ്. ഇവിടെ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് ഈ ഡാം തുറന്നിട്ട് ഈ സ്ഥലത്ത് ഇങ്ങോട്ട് എത്തിയപ്പോണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. ഇതുവരെ ചൂടെടുത്ത് ഇപ്പോഴും ഞങ്ങൾ വിയർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് പെട്ടെന്ന് തണുത്ത കാറ്റടിച്ച്. അപ്പോൾ നോക്കുമ്പോൾ എന്താ റൈറ്റ് സൈഡിൽ ഈ സംഗതി എന്തായാലും കൊള്ളാട്ടോ, നല്ല വൈബ്. ഞങ്ങൾ പോയി ബോർഡറിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ എത്തും തോന്നുന്നത്. നമ്മളേ ആ ഡാമിനെ അങ്ങോട്ട് ക്രോസ് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് ഒരു ഗേറ്റ് ഉണ്ട്, അത് കംപ്ലീറ്റ് ക്ലോസ് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു പോലീസുകാരോട് സംസാരിച്ച് പോലീസുകാരൻ പറഞ്ഞ് ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നേപ്പാളാണ്. കുറച്ചുപാട് ഇന്ത്യൻ്റെ ഉണ്ട്, അതിൽ മറ്റേ സെയിൽ ടാക്സിൻ്റെതും അങ്ങനത്തെ കുറേ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടല്ലോ, LOCയും കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. നമുക്ക് വേണം ഇപ്പോൾ നേപ്പാളിലേക്ക് നടന്ന് അങ്ങോട്ട് പോകട്ടോ, പോയിട്ട് വേണം വരാം. നാളെ വണ്ടി കൊണ്ട് പോകാൻ സർഫിൽ എന്താ പറഞ്ഞു വെച്ചാൽ പാസ് എടുക്കണം അല്ലേ, ഗേറ്റ് പാസ് എടുക്കണം. ഗേറ്റ് പാസ് എടുത്തിട്ട് പിന്നെ അവിടെ പോയിട്ട് നമ്മൾ വണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ആ സെറ്റ് ആക്കണം. എന്തായാലും നോക്കല്ലേ. അപ്പോൾ ചങ്കിനെയും കൊണ്ട് നമ്മൾ നാളെ വേറെ രാജ്യത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. ഈ സ്ഥലത്ത് എന്തായാലും വണ്ടി നിർത്തുന്നതിന് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഞാൻ എത്ര കാലത്തിൻ്റെ ശേഷം ഏകദേശം 6 മാസം ആവാനായി നമ്മൾ നേപ്പാളിലേക്ക് കടക്കാൻ നിൽക്കുക. പൊളിക്കും. അങ്ങനെ നമ്മളൊരു പെട്രോൾ ബങ്കിൽ വന്നതാട്ടോ, ബാത്റൂം യൂസ് ചെയ്യാൻ വേണ്ടിക്ക്. അപ്പം അങ്ങനെ നോക്കിയപ്പം ഈ ടൗണിൽ തന്നെ നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം ഇവിടെയാണ് ഉള്ളത്. അത് മാത്രമല്ല ഒരു രക്ഷയില്ലാതെ ചൂടാണ്. ഇവിടെ കുളിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും കുളിച്ചിട്ട് ഇവിടുന്ന് പോവാം. ഈ ചേട്ടനോട് പെർമിഷനും കാര്യങ്ങളും ചോദിച്ചിടും. മൂപ്പര് ഓക്കെയാണ്, സീനൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. जी आपका नाम? नहीं, सिर्फ मेरा यूट्यूब चैनल के लिए. अच्छा, इधर का है ना आप? अच्छा, താങ്ക് യു. കൊള്ളാട്ടോ, ആളെ അടിപൊളിയാണ്. കുളിക്കാനും പറഞ്ഞ് ബാത്റൂം യൂസ് ചെയ്യാനും പറഞ്ഞ് അതുപോലെ തന്നെ മേലെ കടന്നുറങ്ങാമെന്ന് പറഞ്ഞു ചെയ്ത് സീനില്ലാന്ന് പറഞ്ഞ്. അങ്ങനെ കുറേ ദിവസത്തിൻ്റെ ശേഷം നമ്മൾ പെട്രോൾ ബങ്കിൽ താമസിക്കാൻ പോകുന്നത്. ഒരു രക്ഷയില്ലാത്ത ദിവസം കേട്ടോ. അങ്ങനെ ടയർഡായി പണ്ടാറണിങ്ങെന്ന് പറയാം. സർഫലി എങ്ങനെയായിരുന്നു ഇന്നത്തെ ഉറക്കോ? അടിപൊളി. എന്നാൽ രാത്രികളിൽ എവിടെ കിടക്കണം എന്നുള്ള കൺഫ്യൂഷനായി. ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ നല്ല ചൂട്, കാരണം പറഞ്ഞല്ലോ ഇവിടെ മഴ ചെയ്ത് കഴിഞ്ഞാലും ഹ്യൂമിഡിറ്റി ഉള്ള കാരണത്താൽ ഹെവി ചൂട്, അത് മാത്രമല്ല കൊതുകടിയും. അങ്ങനെ ലാസ്റ്റ് ഒരു കാര്യം തീരുമാനിച്ചു, മേലെ നമുക്ക് ടെൻറ്റ് വിരിക്കാന്ന്. ടെൻറ്റ് വിരിച്ച് ഈ കവർ അങ്ങനെ ഇട്ടതിൻ്റെ ശേഷം മഴയും പെയ്ത് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സമയത്ത് ഒരു രക്ഷയില്ലാത്ത ചൂട്. അതാണ് ഒരു 4-5 കൊതുക് ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിനെ കൊല്ലലും ചൂട് കാരണം ഒരു സീനില്ല. ലാസ്റ്റ് രണ്ടും കേട്ടിട്ട് എന്ത് ചെയ്തറിയോ, മഴ ഇങ്ങോട്ട് പോയപ്പോൾ ഈ ഷീറ്റ് ഉണ്ടല്ലോ, ഈ ഷീറ്റ് ഇങ്ങോട്ട് മുക്കാലും തുറന്ന് വെച്ച് ഇതിൻ്റെ മേലേക്ക്. അത് തുറന്ന് വെച്ചതിൻ്റെ ശേഷം വണ്ടിയുടെ ഉള്ളിൽ തണുപ്പ് വരാൻ തുടങ്ങി അല്ലേ. പിന്നെ സെറ്റായി, പിന്നെ ഒരു രക്ഷയില്ലാത്ത അടിപൊളിയായിട്ട് ഉറക്കം ഇറങ്ങി കഴിച്ചു തുടങ്ങിക്കോ. അപ്പം ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ എന്ത് ചെയ്യാണ്, ഇത് പാക്ക് ചെയ്തിട്ട് നേപ്പാളിലേക്ക് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് വീഡിയോ വെറൈറ്റി ആയിക്കോട്ടെ, ഈ ഇതിൻ്റെ സ്ഥലത്ത് നിന്ന് ആയിക്കോട്ടെ. സർഫിലേ പോലെ നേപ്പാൾ പോലെ യെസ്. അപ്പം നല്ല മഴയാണ് ഇന്നപ്പോൾ, നല്ല രസമുള്ള ഡ്രൈവായിരിക്കും മഴ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഗൈസ്.